ഹായ് മഗൾസ്, നമ്മൾ അവസാനം റോക്കറ്റ് റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ സി യു, ഇനി നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു ജിപ്പോർട്ട് ഗൈസ്. അന്ന് തന്നെ നമ്മുടെ ആൻസർ കീ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൗണ്ടൊക്കെ പോയി. അന്ന് തന്നെ 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെ എക്സാം ആയിരുന്നു. സോ രാവിലെ ആയപ്പോൾ ഏറെക്കുറെ ഡെഡായി. പിന്നെ ഇതാ ഇന്നാണ് ഒന്ന് എണീറ്റിട്ട് ഒന്ന് സെറ്റായത്. സോ ഇന്ന് നമുക്ക് നമ്മുടെ ആൻസർ കീ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. സിമ്പിളാടാ. പേപ്പർ കണ്ടിട്ട് കുറേ ആൾക്കാർ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ. വളരെ വളരെ സന്തോഷം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തലേന്നുള്ള മാരത്തോൺ റിവിഷൻ, പിറ്റേന്ന് രാവിലെയുള്ള റോക്കറ്റ് റിവിഷൻ, ഇത് രണ്ടും നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞ് എക്സാം എഴുതാൻ വേണ്ടി പോയ ആൾക്കാർക്കൊക്കെ വളരെ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, സാറേ തള്ളു തള്ളു തള്ളു, ഇതൊക്കെ എല്ലാവരും പറഞ്ഞതല്ലേ, നിങ്ങൾ തെളിവ് കാണിച്ചിരുന്നു. നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഡിസ്കഷൻ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നടാ? ഇംഗ്ലീഷ് മീഡിയത്തിലാട്ടോ. മലയാളം മീഡിയം മൊത്തം സെലക്ട് ചെയ്യാൻ സമയം എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചോദ്യം എടുത്തത്, പക്ഷേ ഞാൻ മലയാളീകരിച്ച് തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ദ സൗണ്ട് ഹാസ് മാക്സിമം സ്പീഡ്. ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ള മാധ്യമം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് തള്ളീനി ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ കൊണ്ട് പറഞ്ഞ് ഏറ്റവും കൂടുതൽ സൗണ്ട് സ്പീഡ് ചെയ്യുന്നത് സ്പീഡിലൂടെ പോകുന്നത് വേഗതയിൽ പോകുന്നത് സോളിഡിലാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അലൂമിനിയം സ്റ്റീലൊക്കെ ഉണ്ടെങ്കിൽ അലൂമിനിയം ആണെന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അലൂമിനിയം തന്നെ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താടാ? അലൂമിനിയം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം അലൂമിനിയാണ്, അല്ലെങ്കിൽ സോളിഡ് ആണ്. അപ്പം നമുക്ക് അതും കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ റിലേഷൻ. ബന്ധം കണ്ടെത്തിയിട്ട് രണ്ടാമത്തെ ആളെ പൂരിപ്പിക്കാൻ. ഒന്നാമത്തെ ആള് റെസിസ്റ്റൻസ്, പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? ഞാൻ യൂണിറ്റ് ഒക്കെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ ആ പാഠത്തിന്റെ സമയത്ത് ഫറാൻ സാറും പറഞ്ഞു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. എളുപ്പം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരട്ടെ. ടു ഒബ്ജക്റ്റ്, രണ്ടാൾക്കാരുണ്ട്. ഒരാളുടെ മാസ് എക്സ് ആണ്, രണ്ടാമത്തെ ആളുടെ മാസ് വൈ ആണ്. അവർ തമ്മിലുള്ള ദൂരം Z മീറ്റർ ആണ് എങ്കിൽ അവർ തമ്മിലുള്ള അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? ഇങ്ങൊക്കെ ഓർമ്മ ഉണ്ടടാ. ഞാൻ ലൈവ് എടുത്ത സമയത്ത് ഈ ക്ലാസ്സിൽ ഏതോ ഒരുത്തൻ ലൈവിൽ അന്ന് എനിക്ക് തോന്നുന്നു സഫ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഒന്നിട്ട് ലൈവിലുള്ള. അവളെ വെച്ച് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ഞാനും ബോർഡും തമ്മിലുള്ള പറഞ്ഞ F = G, ഒന്നാമത്തെ ആളുടെ മാസ് രണ്ടാമത്തെ ആളെ മാസ് ബൈ അവർ തമ്മിലുള്ള ദൂരത്തിന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്താടാ? F = G(x(y)/z². F(g(x)y)/z². സിമ്പിൾ. ഓക്കെ അല്ലേ? എപ്പോഴും എജുകോട്ട് ഉണ്ടാ കൂടെ. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, നമ്മുടെ ക്ലാസ് നന്നായിട്ട് കണ്ടാൽ നോക്കി ഞങ്ങൾ ഫുൾ മാർക്ക് തന്നെ വാങ്ങിത്തരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് അറ്റ് റെസ്റ്റ്. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മൊമെന്റ് എത്രയാണ്? ഞാൻ ഇങ്ങനെ ഒരു ചിത്രം കാണിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞിനി, ചലിക്കുന്ന വസ്തുക്കൾക്കാണ് മൊമെന്റ് ഉണ്ടാകുക, നിശ്ചലാവസ്ഥയിലാണെങ്കിൽ മൊമെന്റം ഉണ്ടായിരിക്കും. എന്നൊക്കെ പറഞ്ഞതിനി. സോ നമുക്ക് കിട്ടി വലിയ അഥവാ 0. അതും കഴിഞ്ഞു. സോ 1 മാർക്ക് ഫുള്ള് കിട്ടി. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് എന്നാ. ഇതിൽ ഏതെങ്കിലും ഒരു ബോധം ആ സമയത്ത് ഉറക്കപ്രാന്തിലാണെന്നുണ്ടെങ്കിൽ അവന് പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും മാർക്ക് സെറ്റ്. 1 മാർക്ക് ഫുള്ള്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ സെക്കൻഡ് സീരീസിലേക്ക് പോകുമ്പോൾ 2 മാർക്കിന്റെ ചോദ്യം. ആൻസർ എനി 7 ക്വസ്റ്റ്യൻ ഫ്രം 5 to 13. ഏതെങ്കിലും ഒരു 7 അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ എനി 2 മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ് ടു എസ്കേപ്പ് ഫ്രം സുനാമി. സുനാമിയിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ആ ലൈവിൽ പറഞ്ഞതാ, സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 4 മാർഗ്ഗങ്ങളാണ് പറഞ്ഞിന്. എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞില്ലയോ. എന്തൊക്കെയാണെടാ? കടൽ അൺയൂഷ്വൽ റിസീഡിങ്, കടൽ പിറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പരിസരത്തേക്ക് പോകരുത്. അതൊരു സുനാമിയുടെ മുന്നറിയിപ്പായിട്ട് കണക്കാക്കിയിട്ട് ഹൈ ടെറൈൻ, ഉയർന്ന പ്രതലങ്ങളിലേക്ക് മാറണം. പിന്നെ അങ്ങോട്ട് പറഞ്ഞു അധികാരികളുടെ അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ തിരിച്ചു വരാൻ പാടുള്ളൂ. അഥവാ സുനാമിയിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിൽ പിടിച്ച് രക്ഷപ്പെടണം. പിന്നെ അങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ ജീവനാണ് ഇമ്പോർട്ടൻറ്റ്. ആ സമയത്ത് മറ്റേ CID മൂസ എന്ന് പറഞ്ഞ സിനിമയത്തെ ആ പെണ്ണിൻ്റെ മാതിരി എല്ലാ വസ്തുക്കളൊന്നും എടുത്ത് നിൽക്കരുത് എന്നൊക്കെ ഞാൻ കുറേ തള്ളിയിരുന്നു. അതിലേതെങ്കിലും പോയിന്റ് അല്ലേ ഇവർ ചോദിച്ചത്? സെറ്റ്. എന്ത് രസമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാടാ. ശരിക്കും ഫിസിക്സ് കുറച്ചും കൂടി ഹൈ ലെവൽ ചോദ്യ പേപ്പറൊക്കെ വരാറുണ്ടായിരുന്നു എങ്കിലും നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4 cells having EMF 1.5 each are connected in series. 4 സെല്ലുകളുണ്ട്. ഓരോ സെല്ലിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.5 വോൾട്ട് ആണ്. ഓക്കെ, എന്താക്കണം? ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ EMF ഓഫ് ദിസ് കോമ്പിനേഷൻ. സീരീസ് ആണെങ്കിൽ EMF എങ്ങനെ കാണാമെന്ന്. സീരീസ് ആണെങ്കിൽ മൊത്തം കൂട്ടല്ലേ ചെയ്യേണ്ടി. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പാരലൽ ആണെങ്കിൽ അതിൻ്റെ EMF എന്താന്ന്. പാരലൽ ആണെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പക്ഷേ നിർഭാഗ്യമല്ല, ഭാഗ്യമെന്ന് പറയട്ടെ, ഇതേ ചോദ്യം ഫർഹാൻ സാർ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? 4 സീരീസ് ആണെന്നുണ്ടെങ്കിൽ അത് 6 വോൾട്ട് ആണ്, 4 കൂടി കൂട്ടിയാൽ മതി. പാരലൽ ആണെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടാൽ മതി, 1.5 വോൾട്ട്. ലവ് യു ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ടൈം ടേക്കൺ ടു ഹിയർ എൻ എക്കോ particular sound produced an experiment conducted in a school ground is different in the morning and at noon. സുഹൃത്തുക്കളെ, രാവിലെയും ഉച്ചക്കും എക്കോ അല്ലെങ്കിൽ എക്കോൻ്റെ ഒരു പരീക്ഷണം നടത്തിയ സമയത്ത് എക്കോ കേൾക്കാനുള്ള സമയം വേറെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായതെന്ന്
ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഞാൻ അങ്ങോട്ട് അന്ന് പറഞ്ഞു ഈ ലൈവിൻ്റെ സമയത്ത് പുത്തൂരും കാശ്മീരും, എൻ്റെ നാടാണ് പുത്തൂർ, ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞ് പുത്തൂരാണോ കാശ്മീരാണോ സൗണ്ടിന് സ്പീഡ് കൂടുതലുണ്ടാകുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. കാശ്മീരിൽ തണുപ്പാണ്, പുത്തൂരിൽ കുറച്ച് ചൂടുണ്ട്. ഇങ്ങോട്ട് ഞാൻ അതിന് താഴെ പറഞ്ഞ് രാവിലെയും ഉച്ചയും, രാവിലെ സുഹൃത്തുക്കളെ ഉച്ചക്ക് നല്ല ചൂട് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വേഗത കൂടും. സോ നിങ്ങൾ മനസ്സിലാക്കുക, എക്കോ ഉച്ചക്ക് കുറച്ച് സ്പീഡിൽ കേൾക്കും അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് കേൾക്കും. ഒന്നും പറയാനില്ല. ലവ് യു. അടുത്ത കൊല്ലമൊക്കെ ഞങ്ങൾ കൂടുതൽ പോയിക്കോളൂ, ഞങ്ങൾ ഫസ്റ്റ് തന്നെ സെറ്റാക്കി തരാം. ഈ അവസാനം തന്നെ വരണം എന്നില്ല. ഫസ്റ്റ് തൊട്ടേ അടുത്ത കൊല്ലം എഡ്യൂപോർട്ടിന്റെ 10 കൂടെ ഉണ്ടാകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ പോയിട്ട്. അതിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ ഉണ്ടാവും. വെറുതെ പറഞ്ഞെന്നുള്ളൂ, സന്തോഷം. അടുത്ത ദിവസം എന്താ? ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം, റീഡ് ഓഫ് ദ ഡയഗ്രാം ബൈ കറക്റ്റിംഗ് ദ മിസ്റ്റേക്സ് ഇഫ് എനി. ഈ ചിത്രം നോക്കിയിട്ട് വല്ല തെറ്റുണ്ടോ എന്ന് ഫറാൻ സാറൊക്കെ എപ്പോഴും കൂടെ പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അമ്മീറ്റർ പാരലൽ അല്ല, ഏത് പൊട്ടനാത് വരച്ചത് എന്ന് പറയരുത്, പാവം നമ്മൾ വിവരം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമ്മീറ്റർ സീരീസ് ആണ്, വോൾട്ട് മീറ്റർ ആണ് പാരലൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഫറാൻ സാർ അങ്ങോട്ട് പലവട്ടം പറഞ്ഞതാ. ഇനി അതെങ്ങനെ മാറ്റുക? അമ്മീറ്റർ പാരലൽ ആയിട്ടല്ല, അമ്മീറ്റർ സീരീസ് ആയിട്ട് വെക്കുക, വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടും വെക്കുക. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. നോ പ്രോബ്ലം. അപ്പോഴും ഞാൻ പറയാടാ, ആനുവൽ എക്സാം എന്തായാലും ശരിക്കും കഴിഞ്ഞ ചത്ത കുട്ടിൻ്റെ ജാതകം നോക്കരുന്നൊക്കെ എന്തൊക്കെ പരാമർശമൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ആ വിവരം സെറ്റാക്കുക. കാരണം എന്താ പറയുക, ഞാൻ നോക്കി ആൻസർ കീ പറയണോ പറയണ്ടേന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ 9ാം ക്ലാസ് ഞാൻ പണ്ട് ലൈവിൻ്റെ തലേന്ന് വെച്ച്, ലൈവിൻ്റെ അന്നും ഞാൻ പറഞ്ഞതാണ്, നമുക്ക് വെറുതെ പോയിട്ട് എക്സാം എഴുതി പാസ്സായി പോരാന്നല്ല നമുക്ക് വേണ്ടി, നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ സെറ്റ് ആക്കണം. ഇതാണ് +1 ആവശ്യമുള്ളത്. ഞാൻ പറഞ്ഞു +1 ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും, 10ാം ക്ലാസ്സിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. സോ നമുക്ക് എവിടെയെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ ഫിസിക്സിൻ്റെ ബേസ് സെറ്റ് ആക്കണം. എന്നിട്ട് 10ാം ക്ലാസ് നമുക്ക് പൊളിച്ചടക്കണം. ഓക്കെ, അടുത്ത ദിവസം എന്താ? മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇവിടുന്ന് കണകണ സംസാരിച്ച് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളാടാ. എന്താണ്? എന്തിൻ്റെ യൂണിറ്റാ? കിലോഗ്രാം വെയിറ്റ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെയിറ്റിൻ്റെ യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ്. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റി. മാറാത്തതാരാ? മാസ് മാറൂല എന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞിരുന്നു. മാസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഏതാണ് വസ്തുവിൻ്റെ അളവ്? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഫാസിൽ സാർ വന്നപ്പോൾ ഞാൻ ഫാസിൽ സാറോട് പറഞ്ഞ്, ഫാസിൽ സാറെ നിങ്ങളുടെ ഉള്ളിൽ കിഡ്നി ലിവറും ഒക്കെ ഉണ്ട്, എൻ്റെ മൊബൈലിൻ്റെ ഉള്ളിൽ മാറ്റർ ഇല്ല എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? സുഹൃത്തുക്കളെ, ഫാസിൽ സാർ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് മാസ്. മെഷേർഡ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നത് ഏതാടാ? വെയിറ്റ് ആണ്, ഭാരമാണ്. റെഡി അല്ലേ? ഹാപ്പി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇവിടെ നോക്കിയാണ് നിങ്ങൾ, ഞാൻ ഇതേമാതിരത്തെ ഒരു ചോദ്യം ഇവിടെ ക്ലാസ്സിൽ ചെയ്തില്ലയോ? ഒരു സോണാറിൽ നിന്നും ആ വെലോസിറ്റി വരെ സെയിമാ, 15-22. ആകെ വ്യത്യാസം എന്താ? ഞാൻ 1 സെക്കൻഡ് പറഞ്ഞു കൊടുത്ത് ഇവിടെ 2 സെക്കൻഡ് വന്ന്. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ സെയിം ഒക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞാൽ സുഹൃത്തുക്കളെ എങ്ങനെയാടാ എക്കോ കാണാനുള്ള ദൂരം നമ്മൾ ചെക്കോ കാണാനുള്ള ദൂരം എന്ന് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് പറഞ്ഞതായിരുന്നു. D = TV/2. ഇത് മറക്കരുത്. T എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സെക്കൻഡാണ്. 2 സെക്കൻഡ് കൊണ്ടാണ് വന്നത്. 2 ഇൻറ്റു വെള്ളത്തിലുള്ള വേഗത എത്രയാടാ? വെള്ളത്തിലുള്ള വേഗത 15-22. 15-22/2 എന്ന് പറഞ്ഞാൽ 2. ഈ രണ്ടും വെട്ടിപ്പോവും. ഒന്ന് വെട്ടാൻ ഇതാ ഒന്നുമില്ല, പരിപാടി കിട്ടി. ആരാ ബാക്കിയുള്ളത്? 15-22 ദൂരമായതുകൊണ്ട് മീറ്റർ. വല്ല എതിരഭിപ്രായം ഉണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? എന്ത് ഹാപ്പിയാടാന്ന് ഞാൻ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ആ സമയത്ത് ആരോ ഒരാളെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ ഉത്തരമൊക്കെ സാറ് പറഞ്ഞൊക്കെ വന്നു, പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്തൊക്കെയോ ഒരു ആവലാതി, എന്തൊക്കെയോ എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ എഴുതാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. കുറേ കുട്ടികൾക്ക് ഫുൾ എഴുതാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം. അത് നിങ്ങൾ പറയാനുള്ളത് എൻ്റെ നമ്പർ ഞാൻ തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നമ്പർ തന്നാൽ നിങ്ങളുടെ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നോക്കണ്ട. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിനി എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാം ID ഇല്ലാത്ത ആൾക്കാർ വാട്സപ്പ് നമ്പർ ഞാൻ പിന്നെ തരേണ്ടത്. ഏതൊരു ലൈവ് ഞാൻ വാട്സപ്പ് നമ്പർ പറഞ്ഞു തോന്നുന്നുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? അടുത്ത ദിവസം എന്താണ്? എ കാർ ട്രാവൽസ് വിത്ത് വെലോസിറ്റി ഓഫ് 8 മീറ്റർ/സെക്കൻഡ്. 8 മീറ്റർ/സെക്കൻഡിൽ ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നോ പ്രോബ്ലം. ഇവിടെന്താ അങ്ങനെ 8 മീറ്റർ/സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റി 8 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ എന്താണ്? ആ കാർ നിശ്ചലാവസ്ഥയിലായി, ആ കാർ നിർത്തി. എടാ ഒരു കാർ നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഉണ്ടയാണ്. 0 മീറ്റർ/സെക്കൻഡ്. ആഫ്റ്റർ അപ്ലൈയിങ് എ ബ്രേക്ക് ഫോർ 4 സെക്കൻഡ്. 4 സെക്കൻഡ് കൊണ്ടാണ് ബ്രേക്ക് കൊടുത്തത്. അപ്പോൾ ടൈം 4 സെക്കൻഡാണ്. എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറഞ്ഞില്ല, തന്ന കാര്യങ്ങൾ എഴുതണമെന്ന്. തന്ന കാര്യങ്ങൾ എഴുതി. ഇഫ് ദ യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് ദ കാർ ഈസ് 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. റിട്ടാർഡേഷൻ 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ആണ്, നെഗറ്റീവ് ആക്സലറേഷൻ ആണ് റിട്ടാർഡേഷൻ. നെഗറ്റീവ് ത്വരണമാണ് മന്ദീകരണം. സോ A = -2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ ആയിരിക്കും ഇത് അങ്ങോട്ട് പറഞ്ഞു തന്നോ? ദാ ഇവിടെ നോക്ക്, ഇതേപോലത്തെ ഒരു ചോദ്യം. A =
ഇവിടെയുണ്ട് മക്കളെ ജുപോട്ട്. അടുത്ത കൊല്ലം നേരത്തെ വരി. സോ അതുപോലെ A is equal to -2 meter per second square. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചത്. ഇനി ഇവിടെ എഴുതാൻ സ്ഥലം ഉണ്ടോ? ഇവിടെ എഴുതാൻ സ്ഥലമില്ല. പാവം ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സുഹൃത്തുക്കൾ ഇവിടെ എഴുതുന്നുണ്ട്. S is equal to, കുറച്ച് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഇവിടെ എഴുതുക. S is equal to, ഇതൊക്കെ ഇങ്ങോട്ട് പോട്ടെ. S is equal to ut plus half AT square അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ച് എഴുതുക. 8 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടൈം 4 പ്ലസ് നിങ്ങൾക്ക് മാറണ്ട, കളറൊക്കെ മാറ്റുക, പവർഫുൾ പീപ്പിൾ, പ്ലസ് 1/2 ഇൻറ്റു AT സ്ക്വയർ എന്നല്ലേ, 1/2 ഇൻറ്റു AT സ്ക്വയർ, 1/2 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ത്വരണം നെഗറ്റീവാ, -2 ഇൻറ്റു ടി സ്ക്വയർ, ടൈം എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ എത്ര, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 16. ഓക്കെ, ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 8 എത്ര, 8 16 24 32 പ്ലസ് ഈ രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്, ഒരു മൈനസ് ഉണ്ട്. അയ്യോ മൈനസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലസ് എന്നുള്ളടത്ത് ഞാൻ എന്തിട്ടാ മൈനസ് ഇട്ട്, മൈനസ് ഇട്ട്. കാരണം എന്താ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് 16 ഇവിടെ ബാക്കിയുണ്ട്. 16 32 16 കുറച്ചാൽ എത്രടാ 16, ദൂരമായതുകൊണ്ട് മീറ്റർ. സുഹൃത്തുക്കളെ 16 മീറ്റർ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ എളുപ്പം. അടുത്ത ചോദ്യം എന്താടാ, അയ്യോ റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇനി ശരിയാണെങ്കിൽ മാറ്റമൊന്നും വേണ്ട, തെറ്റാണെങ്കിൽ മാറ്റാൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ്. ഛേദതല പരപ്പളവ് കുറയുമ്പം റെസിസ്റ്റൻസ് കൂടുന്നു. ഞാനൊരു ഷോർട്സ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ആകെ ഞാൻ 3 ഷോർട്സ് ചെയ്തതിൽ ഒരു ഷോർട്സ് അതാ. സുധൻ അങ്ങോട്ട് നോക്കടാ, അതുകൊണ്ട് ഫറാൻ സാർ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഏരിയയും റെസിസ്റ്റൻസും വിപരീത അനുപാതത്തിലാണ്. സോ ഇത് ശരിയാണ്, നോ പ്രോബ്ലം, വളരെ ശരിയാണ്, ട്രൂ ആണ് സാറേ, അതുകൊണ്ട് തിരുത്താനൊന്നും വേണ്ട. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, റിയോസ്റ്റാറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് അളക്കാനാണോ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്? അല്ല. ഫറാൻ സാറ് പറഞ്ഞിട്ടില്ലടാ, നമ്മളും പറഞ്ഞിട്ടില്ലടാ. ഞാൻ ആ ഉപകരണങ്ങൾ നിങ്ങൾക്ക് എന്നോട് എടുത്തു ഓർമ്മയില്ല. എന്തായാലും റിയോസ്റ്റാറ്റ് എന്തിനാ, റെഗുലേറ്റ് കറണ്ട് ആണ്, കറണ്ട് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ റെഗുലേറ്റിന് എഴുതുക, അല്ലെങ്കിൽ ചേഞ്ചിന് എഴുതുക. ഓക്കെ അല്ലേ, കറണ്ട് മാറ്റാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ഡൗൺ എനി 2 സിറ്റുവേഷൻസ് ഇൻ വിച്ച് അൾട്രാസോണിക് സൗണ്ട് ഈസ് യൂസ്ഡ്. ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 6 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും 3 അല്ല 4 പഠിക്കണം എന്ന് ഞാൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്യൂബ് വൃത്തിയാക്കാൻ സോണാറിൽ ഉപയോഗിക്കുന്നു. ബിൽഡിങ്ങുകളിലുള്ള ക്രാക്സ്, ബിൽഡിങ്ങുകളിൽ നിന്ന് മെറ്റാലിക് ബ്ലോക്സിലുള്ള വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. ECG, അൾട്രാസോണോഗ്രാഫി, കിഡ്നി സ്റ്റോൺസ്, കിഡ്നി വിടലല്ലേ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്നു. നോ പ്രോബ്ലം. അതിൽ ഏതെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം നോക്കിയാണ്, വിച്ച് ടൈപ്പ് ഓഫ് വേവ് മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഇത് ഏത് തരംഗമാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇതിൽ C1ഉം R1ഉം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, എന്താണെന്ന്. ഇങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ഇതിലെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, C1ഉം R1ഉം ആണോ, C1ഉം C2 ആണോ, C1ഉം C3 ആണോ? നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഇങ്ങോട്ട് നോക്കി, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ, ഈ വേവ് കണ്ടാൽ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അനുപ്രസ്ഥ തരംഗമാണ്. ഈ വേവ് കണ്ടാൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അനുദൈർഘ്യ തരംഗമാണ്. സോ ഒന്നാമത്തെ നമുക്ക് കിട്ടി, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അനുദൈർഘ്യ തരംഗമാണ്. C1ഉം R1ഉം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. C1 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ, ഉച്ചമർദ്ദ മേഖല. R1 എന്ന് പറഞ്ഞാൽ റെയറിഫാക്ഷൻ, നീചമർദ്ദ മേഖല. അതും കിട്ടി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഓർമ്മണ്ടോ, സിയും അടുത്തടുത്ത 2 സിയും അടുത്തടുത്ത 2 മലകൾ തമ്മിലുള്ള ദൂരം, അടുത്തടുത്ത 2 സീകൾ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന്. അപ്പൊ വേവ് ലെങ്ത് എന്താ, അടുത്തടുത്ത 2 സി എന്ന് പറഞ്ഞാൽ എന്താ, C1ഉം C2. വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ അടിക്കുക. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞതന്നല്ലേ, ഒരു ലൈക്ക് അടിക്കുക, നല്ല ഉഷാറായിട്ട് കമന്റ് ഒക്കെ ചെയ്യുക, ചങ്ങായിമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സുഹൃത്തുക്കളെ സെറ്റ് ആക്കി കൊടുക്കുക, എല്ലാവർക്കും ആൻസർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആൻസർക്ക് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എക്സാം കഴിഞ്ഞ് നേരിച്ചിട്ട് പിന്നെ തൊട്ട് നോക്കാതിരിക്കരുത്. കാരണം ഈ സംഭവം നമുക്ക് ഫിസിക്സിൽ ബേസ് ആണ്, ഇത് നമുക്ക് ഭാവിയുള്ള കാലങ്ങളിലും ആവശ്യമുണ്ട്. സോ ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക. ഓക്കെ അല്ലേ, അടുത്ത ചോദ്യം, നെയിം ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇത് ആരാണെന്ന്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് അളക്കുക എന്ന്. ഇങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ സാധനം എന്താണോ ഇത് വെച്ചിട്ട് കാണുക, അതിനൊന്ന് ഡിഫൈൻ ചെയ്യുമെന്ന്. നിങ്ങൾക്ക് പറഞ്ഞില്ലേ, വട്ടം എന്നുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അമ്മീറ്റർ ആണ്. അമ്മീറ്റർ കറണ്ട് കറക്കാനാണ്, കറണ്ട് അളക്കാനാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ദ റേറ്റ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിലൂടെ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കറണ്ട് എന്ന് പറയാം. എല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ, സെറ്റല്ലേ? ഇതൊന്നും മൊത്തം എഴുതണ്ട, ഏതെങ്കിലുമൊക്കെ എന്താ പറയുക, എത്തണോ ഒന്നൊക്കെ ഒഴിവാക്കുക. നമ്മൾക്ക് ചിലപ്പോൾ ആക്രാന്തം ഫുള്ള് എഴുതി പോകും. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ആ ടെൻഷൻ കൊണ്ടൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചിലതൊക്കെ തെറ്റിക്കാളും. എന്നാലും കുഴപ്പമില്ലടാ, എന്നാലും ഹാപ്പി അല്ലേ, സെറ്റ് അല്ലേ, ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. അടുത്ത ദിവസം എന്താ, 16ാമത്തെ ചോദ്യമാണ്.
വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി? യാന്ത്രികോർജ്ജം 2 ടൈപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന്. അടുത്ത ദിവസം എന്താടാ, കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് എനർജിയാണെന്ന് പറയാം. ഇതിൽ കൈനറ്റിക് എനർജി ആണോ, പൊട്ടൻഷ്യൽ എനർജി ആണോ, ഗതിക്കോർജാണോ, സ്ഥിതിക്കോർജാണോ? ഒന്നും അങ്ങോട്ട് നോക്കൂ കൂട്ടുകാരെ. സുധ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലയോ, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജ്ജം എത്ര ടൈപ്പ് ഉണ്ട്? 2. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഗതിക്കോർജം, സ്ഥിതിക്കോർജം. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ് സ്ഥാനം കൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതിക്കോർജമാണ്. ചലിക്കുകയാണെങ്കിൽ അത് കൈനറ്റിക് എനർജിയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറിന് കൈനറ്റിക് എനർജിയാണ്, ഗതിക്കോർജമാണ്. കൈനറ്റിക് എനർജിയാണ്. എ സ്റ്റോൺ ഹങ് അറ്റ് സർട്ടൈൻ ഹൈറ്റ്, ഒരു പ്രത്യേക ഉയരത്തിൽ കിട്ടിയിട്ട ഒരു കല്ല്, ആ കല്ലിന് എന്ത് ഊർജ്ജമാണുള്ളത്? ഉയരത്തിലല്ലേ. അപ്പൊ അതിന് എന്തിനു ഊർജ്ജമായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതിൽ അഭിപ്രായം വല്ലതുണ്ടോ? പോകാൻ പറയും. അടുത്ത എക്സാമ്പിൾ എന്താടാ? ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ തന്നെ ചോദ്യം വന്നു, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു വീഡിയോ വരെ ഞങ്ങൾ കാണിച്ചു തന്നില്ല. വീഡിയോ അങ്ങോട്ട് ചോദിച്ചാണേ. When the card is suddenly struck off, the coin falls into the tumbler. Name the property of the coin responsible for this. സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നോക്കടാ. ഒന്നാം ദിവസം എന്താ, ഈ കാർഡ് ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഈ കോയിൻസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീഴും. എന്തുകൊണ്ടാണ് അങ്ങനെ വീഴാൻ കാരണം എന്ന്? ഇനേഷ്യ, നിശ്ചല ജഡത്വം. ഇവിടെ ഞാൻ പറഞ്ഞു ആദ്യം ഈ കോയിൻസ് അവിടെ അറ്റൻഷൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, റെസ്റ്റ് ആണ്, ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്, നിശ്ചല ജഡത്വമാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓക്കെ, സെറ്റ്. അപ്പൊ ഇനേഷ്യാണ്, ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഇനേഷ്യ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ചില ടീച്ചർമാരെല്ലാം പ്രോത്സാഹനം തരാൻ മതി. ഹൗ ഈസ് ദിസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ടു മാസ് ഓഫ് ദി ബോഡി? ഇനേഷ്യയും മാസും തമ്മിലുള്ള ബന്ധം ഒന്നിങ്ങോട്ട് നോക്കൂ കൂട്ടുകാരെ. ഞാൻ ആനനൊക്കെ വൈത്തല ഓടിച്ച ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്. മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും. സോ എന്താടാ, ഇനേഷ്യ ഈസ് ഡിപ്പെൻഡ് ഓൺ മാസ്, വസ്തുവിന്റെ പിണ്ഡം. മാസ് നേടിയാൽ തന്നെ മതി. മൂന്നാം ദിവസം എന്താ, റൈറ്റ് ഡൗൺ എനി സിറ്റുവേഷൻ ഇൻ വിച്ച് ദിസ് റിലേഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ്. ഇനേഷ്യയുടെ ബന്ധം ഇവിടെ വേണമെങ്കിൽ 2 രീതിയിൽ നോക്കട്ടോ. ഒന്നെങ്കിൽ ഇവിടെ കവി എങ്ങനെ ഉദ്ദേശിച്ചതെന്ന്, ഇവിടെ കവി എങ്ങനെ ഉദ്ദേശിച്ചതെന്നൊരു ആശയവ്യക്തത ഉണ്ട്, ആശയക്കുഴപ്പമുണ്ട്. അപ്പൊ ചില ടീച്ചർമാർ ചില ആൻസർ കീയിലൊക്കെ എങ്ങനെയാവും പറയാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇനേഷ്യ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇനേഷ്യ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന കുറേ സന്ദർഭങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഒന്നെങ്കിൽ എന്താണ് പറയാ, ഫോർ എക്സാമ്പിൾ എന്താ, മാങ്ങ കുലുക്കുമ്പം മാങ്ങ വീഴാൻ കാരണം ഇനേഷ്യയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. മറ്റേ നിർത്തിയിട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പിറകോട്ട് പോകും, അല്ലെങ്കിൽ പറഞ്ഞ് കാറിൽ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഇനേഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. അതൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇതും ഒന്നും തെറ്റൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ആശയവ്യക്തത എന്താണെന്ന് വെച്ചാൽ, ഈ ബന്ധം ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ബന്ധം എന്ന് പറഞ്ഞാൽ തൊട്ട് മേലെ ഇനേഷ്യയും മാസും തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. അപ്പൊ ഇനി അഥവാ ഒരു കുട്ടി ഇനേഷ്യയും മാസും തമ്മിലുള്ള ബന്ധം എന്താടാ, ഒരു എംടി ഡ്രം, കാലിയായ ഡ്രം ഉരുട്ടാൻ എളുപ്പമാണ്, എന്നാൽ മാസ് കൂടിയ നല്ല പിണ്ടമുള്ള ഒരു മണൽ എന്തെങ്കിലും നിറച്ച ഒരു വീപ്പ ഉരുട്ടാൻ എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആന പിറകെ ഓടുമ്പോൾ വളഞ്ഞു തിരിഞ്ഞ് ഓടണമെന്ന് എഴുതിയാൽ ശരിക്കും ഒരു കുറ്റമൊന്നും പറയാൻ പറ്റൂല. അപ്പം നല്ലത് എന്താണെന്ന് വെച്ചാൽ, റൈറ്റ് ഡൗൺ എനി വൺ സിറ്റുവേഷൻ ഇൻ ലൈഫ് വെർ ദിസ് റിലേഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് എന്നാ. അപ്പം ഇത് എഴുതിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മറ്റേത് എഴുതിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ശരിക്കും അതിൽ എന്ത് എഴുതിയാലും ടീച്ചർമാർ മാർക്ക് തരേണ്ടതാണ്. ഓക്കെ അല്ലേ? അതിലൊരു ചെറിയ അവ്യക്തത ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. എന്തായാലും രണ്ടും നമ്മൾ പറഞ്ഞതാണ്, നോ പ്രോബ്ലം. ഓക്കെ, എല്ലാവരും ദിവസം നോക്കാം. എന്താണ് 18ാം ക്വസ്റ്റ്യൻ? കുറച്ച് ആൾക്കാരുടെ ചേരുമ്പടി ചേർക്കാൻ. അവസാനത്തെ പാടുന്ന ആകെ ഇതാ ചോദിച്ചാൽ, അവസാനത്തല്ല ഫസ്റ്റ് പാടുത്തത്, സർഫസ് ടെൻഷൻ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രതലബലം. ഞങ്ങൾക്ക് പ്രതലബലം പറഞ്ഞപ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. ഞങ്ങളോട് പ്രതലബലം പറഞ്ഞതിന് ഇനി കാരണം എന്ത്? കാരണം പറഞ്ഞ സമയത്ത് അതിൻ്റെ കൺസെപ്റ്റ് ആ പാഠത്തിൻ്റെ റിവിഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. പ്രതലബലത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷനാണ്, കൊഹീഷൻ ബലമാണ്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഒരു ജലത്തുള്ളി ആണെങ്കിലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജലത്തുള്ളി ആണെങ്കിലും മെർക്കുറിൻ്റെ തുള്ളിയാണെങ്കിലും എന്ത് തുള്ളിയാണെങ്കിലും അതിന് സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ടാവാൻ കാരണം സർഫസ് ടെൻഷനാണ്. നോക്കിയാൽ നമുക്ക് സർഫസ് ടെൻഷൻ, കൊഹീഷൻ ബലമാണ് കാരണം. സുഹൃത്തുക്കളെ ഞങ്ങളോട് പറഞ്ഞു, എല്ലാ ആൾക്കാർക്കും എന്ത് ഷേപ്പിലുണ്ടാവുക? സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ടാവാൻ കാരണം സർഫസ് ടെൻഷനാണ്. ഇനി രണ്ടാമത്തെ എന്താ? കാപ്പിലറി റൈസ്, കേശികത്വം പറഞ്ഞ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്പെട്ട സാധനമാണ് സുഹൃത്തുക്കളെ കേശികത്വം. എന്നിട്ട് ഞാൻ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു, കാപ്പിലറി റൈസ് ഉണ്ടാവാൻ കാരണം എന്താ? വെള്ളത്തിൽ ഒരു ട്യൂബ് ഇറക്കി വെക്കുമ്പം വെള്ളം ആ ട്യൂബിലൂടെ കയറി വരാൻ കാരണം എന്താ? അങ്ങോട്ട് ഞങ്ങൾ അന്ന് പറഞ്ഞു, സൗണ്ട് വരട്ടെ, പോല്ലേ ഞങ്ങളോട് അന്ന് പറഞ്ഞ്, വെള്ളത്തിൽ ട്യൂബ് ഇറക്കി വെക്കുമ്പോൾ ട്യൂബിന് ഭയങ്കര ഐലവ്യ, വെള്ളവും ട്യൂബും തമ്മിലുള്ള ഐലവ്യ ഏതാണ്? അഡീഷൻ ബലം. എന്നിട്ട് ഞാൻ പറഞ്ഞു, അടി കിട്ടിയ ആൾക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും, അഡീഷൻ ബലമാണ്. കാപ്പിലറി റൈസ്, അഡീഷൻ ബലം കൂടുതലാണ്, കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതാരാ? വിസ്കോസിറ്റി. ചലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകതയാണ് എന്ത്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാവാൻ കാരണം, വിസ്കസ് ബലം ഉണ്ടാവാൻ കാരണം. ഇനി ബാക്കി ആരുള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെന്താടാ? ഒരു വസ്തുവിന്റെ ചലനത്തിനെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു. ഹാപ്പി അല്ലേ? ഇനി ചോദ്യം ഉണ്ടോ? ഇനി ചോദ്യം ഉണ്ടല്ലോ.
കൺസിഡർ 2 കോപ്പർ വയേഴ്സ് ഓഫ് ദ സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാവിംഗ് ലെങ്ത് 2 മീറ്റർ ആൻഡ് 1 മീറ്റർ റെസ്പെക്റ്റീവ്ലി. 2 ചെമ്പ് കമ്പി ഉണ്ട്. ഒരാളുടെ നീളം 2 മീറ്റർ ആണ്, ഒരാളുടെ നീളം എത്ര മീറ്റർ ആടാ? 1 മീറ്റർ ആണ്. ഓക്കെ, രണ്ടും ചെമ്പ് കമ്പി ആട്ടോ, രണ്ടും കോപ്പർ ആണ്. CU. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദീസ് ഹാസ് എ ഗ്രേറ്റർ റെസിസ്റ്റൻസ്? ഇതിൽ ആർക്കാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കൂടുതലുള്ളതെന്ന്. ഞാൻ ആ ഷോർട്സ് 3 ഷോർട്സിൽ ഒരു ഷോട്ട്, ഒന്നാമത്തെ ഷോർട്സ് അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞു നീളം കൂടുമ്പം റെസിസ്റ്റൻസ് കൂടും. സോ 2 മീറ്ററിന്റെ ആൾക്കായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാകുക. സോ 2 മീറ്ററിന്റെ ആൾക്കാണ് എന്ത് കൂടുതൽ ഉണ്ടാകുക? പ്രതിരോധം കൂടുതൽ ഉണ്ടാകുക. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് 1 മീറ്റർ വയർ ഈസ് എക്സ്, ഇതിന്റെ റെസിസ്റ്റിവിറ്റി എക്സ് ആണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റിവിറ്റി എന്താണ്? എടാ, റെസിസ്റ്റിവിറ്റി നീളം കൂടുമ്പോൾ മാറും. റെസിസ്റ്റിവിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകം എന്താ? ടെമ്പറേച്ചറും പിന്നെ എന്തുമായിരുന്നടാ? പിന്നെ ഞാൻ പറഞ്ഞു നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അല്ലാതെ നീളം റെസിസ്റ്റിവിറ്റിയെ സ്വാധീനിക്കുന്നില്ല. സോ ഇതിൻ്റെത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെതും എക്സ് തന്നെയാണ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ചേഞ്ചസ്. ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റിവിറ്റി മാറുന്ന സന്ദർഭം എന്തെന്ന്? ആള് മാറുമ്പം നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. രണ്ടാമത്തെ എന്താടാ? ചൂട് മാറുമ്പം, ചൂട് കൂടുമ്പോൾ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളൊരിക്കും ഇത് നിങ്ങൾ പറഞ്ഞു നീനു, ഇത് അങ്ങോട്ട് നോക്ക്, വെണ്ടക്കാശ്യത്തിൽ നോക്ക്. ഇങ്ങോട്ട് മാഷ് പറഞ്ഞതാ ഇന്ന് രാവിലെ ആ സമയം പറഞ്ഞപ്പം 10 സെന്റിമീറ്ററിന്റെ കോപ്പർ ആണെങ്കിലും 20 സെന്റിമീറ്ററിന്റെ കോപ്പർ ആണെങ്കിലും അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. ഇങ്ങോട്ട് സാറ് പറഞ്ഞെന്താ? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഒരു കയ്യബദ്ധം ഞാൻ പറഞ്ഞില്ല, ലൈവ് കാണാത്തത് ഒരു തെറ്റല്ല, പക്ഷേ ഇനി ആ തിരിച്ചറിവ് വരിക. എജുപോർട്ടിലേക്ക് വരിക. വെൽക്കം ടു എജുപോർട്ട്. ഓക്കെ അല്ലേ? സുതല, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ചിത്രം വരും, ഒരു വേവ് വരും. അങ്ങനെയല്ല, വേവ് വന്നില്ലെങ്കിൽ ഇന്നെ എയറിലിട്ടെടുത്തു ഞാൻ പറഞ്ഞു. ഇനി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, വേവ് വന്ന്. ഇനി ഇതേ പ്രോബ്ലം ഏകദേശം ഇതേ നമ്പർ ഇതൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ പറയും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കട്ടതാണെന്ന്. അങ്ങനെയൊന്നല്ല, നമ്പർ ഇതല്ലാണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ? ഒന്ന് ഞാൻ ഇതേ ഏറെക്കുറെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ ലൈവിൽ ചെയ്തിനി. ഇങ്ങോട്ട് നോക്കടാ, ഇന്നലത്തെ ലൈവിൽ ചെയ്തിനി. ഇനി ഇതേപോലെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നോക്കടാ. ഇഫ് യു ട്രാവൽ 800 മീറ്റർ ഇൻ 2 സെക്കൻഡ് എന്നുള്ള പ്രോബ്ലം ഈ 2-3 ഈ കഴിഞ്ഞ ആഴ്ചേനെ മുമ്പത്തെ ആഴ്ചയാണ് തോന്നുന്നുണ്ട് ഞാൻ നിങ്ങളോട് വേവ് മോഷന്റെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് എടുത്തിട്ട് അതിൽ ഒന്നാമത്തെ പ്രോബ്ലം അതാ ചെയ്തിന്. ഒന്നാമത്തെ പ്രോബ്ലം അന്തകാലത്തല്ല 2-3 ആഴ്ച മുമ്പ്. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു V is equal to F lambda എന്നുള്ള ഈക്വേഷനൊക്കെ ഓർക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളതൊക്കെ ഫ്ലാഷ് ബാക്കാ. എന്നിട്ട് അങ്ങോട്ട് ഇന്നലത്തെ ലൈവിൽ അല്ല ഇതെന്നാ നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. എക്സാമിന്റെ തലേന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വേവ് ലെങ്ത് കൂടുമ്പം ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കൂടുമ്പം വേവ് ലെങ്ത് കുറയും, അവ രണ്ടാളും ഓപ്പോസിറ്റ് ആണെന്ന്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ചോദ്യത്തിലേക്ക് വരും. ഒന്നാം ദിവസം എന്താടാ? ചിത്രത്തിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. നിങ്ങളുടെ പേപ്പറില്ലേ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് വേവ്? ഇതിന്റെ വേവ് ലെങ്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു റായും ഒരു യു ആണ് വേവ് ലെങ്ത്. സോ നമുക്ക് കിട്ടി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. മീറ്ററിനല്ല, ഇവിടെ 2 മീറ്റർ ആണ്. നോ പ്രോബ്ലം. രണ്ടാം ദിവസം എന്താടാ? കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ട്രാവൽസ് ഡിസ്റ്റൻസ് ഷോൺ ഇൻ ദ ഗ്രാഫ് ഇൻ 0.5 സെക്കൻഡ്. ഇത്ര ദൂരം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടെത്താനാടാ? സ്പീഡ് കണ്ടെത്താനാ. ഞങ്ങളോട് നേരത്തെ പറഞ്ഞു സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ നിങ്ങളൊരിക്കും ഞങ്ങൾ അന്നത്തെ ലൈവ് കണ്ടില്ലെങ്കിലോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ ഇന്നലെ യൂട്യൂബിൽ 3 വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ വീഡിയോ ഓൾ ഇക്വേഷൻസ് ഇൻ ഫിസിക്സ് എന്നായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു സ്പീഡ് കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം. ദൂരം എന്ന് പറഞ്ഞാൽ എത്രയടാ? ഈ വേവ് ആകെ പോയ ദൂരത്തിലടാ 12 മീറ്റർ ആണ്. 12 ബൈ ടൈം എത്രയടാ? ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടല്ലോ ടൈം 0.5 സെക്കൻഡ് ആണ്. 12 ബൈ 0.5. ഇതെങ്ങനെ ചെയ്യുക? 12 ബൈ 0.5 ഇവിടെ പോയിന്റ് അല്ലേ, അപ്പോൾ ഒരു സംഖ്യ അങ്ങോട്ട് ഗുണിക്കുക, ഒരു 10 കൊണ്ട് ഗുണിക്കുക. 120 ബൈ 5. 120 ബൈ 5 എത്രയാടാ? സുതലേ 12 എത്ര 5 ഉണ്ട്? 5, 10, 2. പിന്നെ ഞാൻ പറഞ്ഞ 120 100 എത്ര 50 ഉണ്ടാവും അവിടെ? 24 അല്ലേ? 24 എന്ന് കിട്ടി. 24 എന്താ സ്പീഡ് അല്ലേ? അപ്പം മീറ്റർ പെർ സെക്കൻഡ്. ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? ഇല്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചെന്നിരുന്നു. ഒരു ട്രയാങ്കിൾ V ഈസ് ഈക്വൽ ടു F ലാംഡ. നോക്ക്, V ഈസ് ഈക്വൽ ടു F ലാംഡ അല്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? F ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ. F പൊത്തി പിടിക്കുക. F ഈസ് ഈക്വൽ ടു V ബൈ ലാംഡ. V എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തി സ്പീഡ് പറഞ്ഞാൽ എത്രടാ? 24. ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗ ദൈർഘ്യം 2. 24ന്റെ പകുതി എത്രയടാ? 12 ഹെർട്സ്. അതും കിട്ടി 12 ഹെർട്സ്. അപ്പോൾ അടുത്ത ദിവസം എന്താ? വാട്ട് ഹാപ്പൻസ് ടു ദ വേവ് ലെങ്ത് വെൻ ദ ഫ്രീക്വൻസി ഇൻക്രീസസ്? ഫ്രീക്വൻസി കൂടുമ്പം വേവ് ലെങ്ത്തിന് എന്താ പറ്റുകയെന്ന്
ആവൃത്തി കൂടുമ്പം തരംഗ ദൈർഘ്യത്തിന് എന്താ പറ്റാന്ന് ഇന്ത പക്കം പാട് കണ്ണാച്ച. എനിക്ക് തമിഴ് അറിയാത്തോണ്ട് കുഴപ്പമില്ല. ഇന്ത പക്കം പാട് ഇങ്ങോട്ട് നോക്കൂ കുട്ടികളെ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഓപ്പോസിറ്റാ. സോ നമുക്ക് മനസ്സിലായി, ഫ്രീക്വൻസി കൂടുമ്പം വേവ് ലെങ്ത് കുറയും, തരംഗ ദൈർഘ്യം കുറയും, ലാംഡ കുറയും. സന്തോഷം കൊണ്ടാണ്. നിങ്ങൾ ഇനി പട്ടിഷൊന്നും പറയരുത്, പാവം ഞാൻ. ഓക്കെ അല്ലേ? സോ നമ്മൾ വീണ്ടും പറയുന്നടാ, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, എക്സാം ഈസി ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങോട്ട് ലൈക്ക് അടിക്കുക, മാക്സിമം ഫ്രണ്ട്സിന് അങ്ങോട്ട് ഷെയർ ചെയ്യുക. അടുത്ത ചോദ്യം, ഇനി ചോദ്യം ഉണ്ടോ? പമ്പിന്റെ ക്വസ്റ്റ്യൻ, ടാങ്കിന്റെ ക്വസ്റ്റ്യൻ. കൂട്ടുകാരെ എന്താ ക്വസ്റ്റ്യൻ? എ പമ്പ് ടേക്ക് 2 minutes. ഒരു പമ്പ് 2 minute ആണ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടൈം 2 minute ആണ്. നമുക്ക് ആദ്യം ചെയ്താൽ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം എന്ന് ഞാൻ വെണ്ടക്കാശത്തിൽ പറഞ്ഞിനി. 2 × 60, 2 × 60 എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ് ആണ്. 120 സെക്കൻഡ് ആണ്. ടാങ്ക് കപ്പാസിറ്റി ഓഫ് 1000 ലിറ്റർ വാട്ടർ. 1000 ലിറ്റർ വാട്ടർ. ഞാൻ ഇന്നലത്തെ ലൈവിൽ ഇത് അങ്ങോട്ട് നോക്കടാ, ആ ലൈവിൽ നോക്കടാ, ഞാൻ പറഞ്ഞു 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. സോ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ മാസ് എത്രടാ? 1000 കിലോഗ്രാം ആണ്. 1000 കിലോഗ്രാം ആണ്. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഹൈറ്റ് 30 മീറ്റർ ആണ്. ഇതേപോലത്തെ ഒരു ചോദ്യം ഞാൻ ചെയ്തില്ലേനോ? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ഞാൻ ചെയ്തൊന്നില്ലേനോ? പക്ഷേ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യം എനിക്ക് തോന്നുന്നത് 15 ആയിരുന്നു ഹൈറ്റ് എന്ന് തോന്നുന്നുണ്ട്. സോ ഇവരാകെ ചെയ്തെന്താ? ആ 15 പകരം 30 മീറ്റർ ആക്കി. ഹൈറ്റ് 30 മീറ്റർ ആണ്. നിങ്ങളുടെ എന്താ ക്വസ്റ്റ്യൻ പേപ്പറിലെന്ന് ജീന്റെ വാല്യൂ നിങ്ങൾ 9 ഇട്ട് നിർത്തുകൊണ്ട് കഷ്ടപ്പെടണം കേട്ടോ. 10 ആയിട്ട്. എന്ത് പാപ്പയുടെ വീട്ടിലെ കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ജീന്റെ വാല്യൂ നിങ്ങൾ 10 ആയിട്ട് എടുത്തോളിട്ടോ. 10 ആയിട്ട് എടുത്തോളിട്ടോ. ഓക്കെ, അത് കൊടുത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് എത്രയെന്ന്? 4ാമത്തെ പാഠവും 5ാമത്തെ പാഠം തമ്മിൽ ബന്ധിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. വെയിറ്റ് എങ്ങനെ കാണാന്ന്? വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, mg. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞതാ. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഇതാ ഇവിടെ ഉണ്ടല്ലോ, 1000 ആയിരുന്നല്ലേ. 1 2 3 പൂജ്യത്തിൻ്റെ എണ്ണൊക്കെ പോയ പ്രശ്നം. 1000 ഇൻറ്റു ജീൻ്റെ വാല്യൂ എത്രയാടാ? 10. ഒരു സംഖ്യനെ 10 കൊണ്ട് ഗുണിക്കാൻ എന്ത് എളുപ്പാ? ഈ നമ്പർ എഴുതുക 1000, ഒരു 0 കൂട്ടി എടുക്കുക 10000. വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടി ന്യൂട്ടൺ. കിട്ടിയില്ലേ? 1000 ന്യൂട്ടൺ. 1000 അല്ല, 10000 ന്യൂട്ടൺ. ഒന്നാമത്തെ ഉത്തരത്തിന് കിട്ടി. വെയിറ്റ് നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. വർക്ക് കാണാൻ വേണ്ടി പറയാ. വർക്ക് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, mgh. mgh. അപ്പൊ നമുക്ക് പറയല്ലേ, എം എന്ന് പറഞ്ഞാൽ എത്രടാ? മാസ്. കോപ്പി അടിച്ച് തരാ 1000. ജീന്റെ വാല്യൂ എത്രയാടാ? 10. ഹൈറ്റ് എത്രയാടാ? 30. അയ്യോ, 3 എന്നുള്ള സംഖ്യ ഇത് അങ്ങനെ എത്ര പൂജ്യം ഉണ്ട് നോക്കുക. 1 2 3 4 5. 1 2 3 4 5. വർക്കല്ലേ, പ്രവൃത്തിയല്ലേ. പ്രവൃത്തിൻ്റെ യൂണിറ്റ് എന്താ? ജൂള്. പ്രവൃത്തിൻ്റെ യൂണിറ്റ് എന്താ? ജൂള്. അത്ര ജൂളിട്ട് മാർക്ക് വരുന്ന വഴിയൊക്കെയാണ് നിങ്ങൾ. 3ാം ക്വസ്റ്റ്യൻ എന്താ? പവർ കണ്ടെത്താൻ. പവർ കണ്ടെത്താൻ. ഇനി എഴുതാൻ ഇവിടെ സ്ഥലമില്ല. അടുത്ത പേജിൽ എഴുതിയാലോ, അടുത്ത പേജിൽ സ്ഥലമില്ല. പവർ ഇവിടെ കണ്ടെത്താം സുഹൃത്തുക്കളെ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്ക് അല്ലേ നിങ്ങൾ ഇപ്പം കണ്ടെത്തിയത്? എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5. 3 കഴിഞ്ഞിട്ട് 5 പൂജ്യം. 3 കഴിഞ്ഞിട്ട് 1 2 3 4 5 ബൈ ടൈം എത്രടാ? 120. പോയോ പോലെ. 120. ഇതങ്ങോട്ട് ഹരിക്കുക. ഈ പൂജ്യം വെട്ടുക. ഇതിൽ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ 2500 കിട്ടും. പവർ ആയതുകൊണ്ട് വാട്ട്, 2500 വാട്ട്. സെറ്റല്ലേ? ഇതിൽ അഭിപ്രായം ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതാർക്കെങ്കിലും വലിയ അധോലോകം തോന്നുകയാണെങ്കിൽ മുഴുവൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. കാരണം എന്താ? ആൻസർ എനി 4 അല്ലെങ്കിൽ എനി 3 ആണ്. സൂത്രം അല്ലെങ്കിൽ എനി 2 ആണ്. എന്നെനിക്ക് ഓർമ്മയില്ല. എന്തായാലും മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? ഹാപ്പി അല്ലേ? അടുത്ത ചോദ്യടാ. ഇതാണോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ട്. സോ ഇതല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണോ? എനിക്ക് ഓർമ്മയില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ ഫുൾ ആക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കൂ കണ്ണാ, ഇങ്ങപ്പാറ് കണ്ണാ. സുത്തല ഇതേ മാനത്തെ ഒരു ടേബിൾ എന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാ ചങ്ങന്മാരെ ആണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. നമ്മൾ എടുക്കുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. നമ്മൾ ആപ്പിൽ പോയി നോക്കിയാൽ കാണും ഓരോ വർഷം ഏത് ക്വസ്റ്റ്യനാ, ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വരെ അതിലുണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനുബന്ധ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. 10ാം ക്ലാസ് നമ്മൾ സെറ്റാക്കി തരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോക്കടാ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ സ്യൂട്ടബിളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ. ഈ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഓംസ് ലോ അല്ലേ? ഓംസ് ലോന്റെ ട്രയാങ്കിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറയുന്നത് വീരപ്പൻ ഒന്നെങ്കിൽ വീരപ്പൻ എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ വിരാട് സിംഗ് വീരേന്ദർ സേവാഗ് എന്ന് ആലോചിക്കുക, വിരാട് കോഹ്ലി എന്ന് ആലോചിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. വീരപ്പൻ. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ഒന്നാമത്തെ ആരും ഫുൾ ആക്കാനില്ല. കഴിച്ചിലായി. രണ്ടാമത്തെ എന്താടാ? വോൾട്ടേജ് 12 ആണ്, റെസിസ്റ്റൻസ് 24 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്രയാണ്? I is equal to V/R. I is equal to V/R. അതെങ്ങനെ കിട്ടി? I പൊത്തി പിടിക്കുക. I is equal to V/R. വോൾട്ടേജ് എത്രയാടാ? 12.
റെസിസ്റ്റൻസ് എത്രടാ 24. 12/24 എന്ന് പറഞ്ഞാൽ എന്താ 24ന്റെ പകുതിയല്ലേ ഉള്ളത്. അപ്പം നേരെ ഇതാ 1/2. 12 12 1 ഉണ്ട്, 24 12 2 ഉണ്ട്, 1/2 എന്ന് പറഞ്ഞാൽ 0.5. അപ്പം നമുക്ക് കിട്ടി 0.5 ആംബിയർ ആണ് ഇതിനുത്തരം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത് നോക്കടാ. അങ്ങനെയാണെങ്കിൽ കറണ്ട് വന്നിട്ടുണ്ട്, R വന്നിട്ടുണ്ട്, വോൾട്ടേജ് എത്രയെന്ന്. V is equal to I into R. ഇത് നമ്മുടെ ഇതാ V is equal to I into R. I into R. I എന്ന് പറഞ്ഞാൽ എത്ര? I എന്ന് പറഞ്ഞാൽ എത്ര? I എന്ന് പറഞ്ഞാൽ എത്ര? 0.25 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എത്ര? 24. ഇത് ഗുണിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 6 വോൾട്ടാണ് കിട്ടുക. അപ്പോൾ ആൻസർ കിട്ടി 6 വോൾട്ട്. 6 വോൾട്ട് ഇതെന്താ അവിടെ ഇതിനകത്ത് 6 വോൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടി 6 വോൾട്ട്. സിമ്പിൾ. അപ്പോൾ ഒന്നാം ദിവസം കിട്ടിയേ. അയ്യോ കഴിഞ്ഞു. ഒന്നാമത് ഫുള്ളാക്കി. രണ്ടാം ദിവസം എന്താ? സ്റ്റേറ്റ് ദ ലോ അപ്ലൈഡ് ടു കംപ്ലീറ്റ് ദ എബൌട്ട് ടേബിൾ. ഈ ടേബിൾ ഫുള്ളാക്കാൻ നിങ്ങൾ ഏത് ലോ ആണ് ഉപയോഗിച്ചതെന്ന്? VIR. വീരപ്പൻ ഏത് ലോ ആടാ? ഓംസ് ലോ. ഓം നിയമം. ഓം നിയമം. മൂന്നാം ദിവസം എന്താ? റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദിസ് ലോ ഈസ് നോട്ട് ഒബേഡ്. ഇത് എപ്പോഴാണ് നമ്മൾ ഒബേ ചെയ്യാത്തത്? എടാ എന്താ ഓംസ് ലോ? ആ ഓംസ് ലോയിൽ പറഞ്ഞിട്ടില്ലേ, വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ. അപ്പോൾ ഇത് പറ്റാത്തപ്പോഴാ താപനില സ്ഥിരമല്ലാതിരിക്കുമ്പോൾ വെൻ ടെമ്പറേച്ചർ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ മാറുമ്പം താപനില മാറുമ്പം ഇതല്ല. പിന്നീട് ഓമിക് സബ്സ്റ്റൻസ് അല്ല, അങ്ങനൊന്നും വേണ്ട, നമുക്കിപ്പോൾ പാവങ്ങൾ തന്നെ മതി. ടെമ്പറേച്ചർ മാറിയാൽ ഈ നിയമം ബാധകമല്ല. സെറ്റല്ലേ? റെഡി അല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ എല്ലാ ക്വസ്റ്റിനും ഉത്തരം ചെയ്ത്. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലടാ, നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ചോദ്യം വന്നോ? ഒക്കെ സെറ്റല്ലേ? അപ്പം ഞാൻ അങ്ങോട്ട് വീണ്ടും പറയാം, ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടുതൽ തന്നെ ഉണ്ടാവും, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ഉണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഫിസിക്സിൻ്റെ ഒക്കെ കേസിലില്ലേ ഈ എക്സാമിൻ്റെ തലേന്ന് മാത്രം വന്നിട്ട്, ഇപ്പം നമ്മൾ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവാണ് ഇതിൽ ബഹുഭൂരിപക്ഷം അല്ല ഫുള്ളുള്ളത്. ഫുള്ള് പഠിച്ചതിന് എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് കണ്ടതിനെ കിട്ടും. പക്ഷേ ശരിക്കും ഫിസിക്സ് ഒക്കെ എക്സാമിൻ്റെ തലേന്ന് മാത്രം ലൈവ് കണ്ടിട്ട് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പോയാൽ നിങ്ങളെ ബേസ് സെറ്റ് ആവില്ല, നിങ്ങളെ മൈൻഡ് റെഡി ആവില്ല. ഐ മീൻ അതിനല്ല, നിങ്ങൾക്ക് ചിന്ത റെഡി ആവില്ല. ചിന്ത വേണമെന്നുണ്ടെങ്കിൽ ഓരോ പാഠത്തിലും ഹൈ ലെവൽ ചോദ്യം. ഇപ്പോൾ ഇക്കൊല്ലത്തെ +1 ഏതൊരു മാത്സും ഒക്കെ ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ, ഈ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് മാത്രം കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആ പാഠം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ആപ്പിലെടുക്കും, നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിലെടുക്കും. അതേപോലെ തന്നെ ആ പാഠത്തിന് അതാത് സമയത്ത് യൂട്യൂബ് ലൈവ് വരുമ്പം, അതായത് ഒന്നാമത്തെ പാഠത്തിൻ്റെ ലൈവ് വരുമ്പോൾ 3 ഭാഗമായിട്ടൊക്കെ എടുക്കും. എക്സാമിൻ്റെ തലേന്ന് ആകെ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാ പാഠം എടുക്കുമ്പം ഫിസിക്സിൻ്റെ കേസിൽ ഞാൻ എൻ്റെ മക്കളോട് പറയാം, ഇപ്പോൾ 9ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ, സമയം ഉണ്ടാ, അടുത്ത കൊല്ലം 10ൽ എജുപോർട്ടിൻ്റെ കൂട്ടത്തിൽ ആദ്യമേ നിങ്ങൾ വരിക, ഫസ്റ്റ് തൊട്ടേ നിങ്ങൾ വരിക. നമ്മൾ എജുപോർട്ടിൻ്റെ SLC ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും പോരാത്തായിട്ട് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോർ ആണെങ്കിലും അതേമാതിരി മറ്റേ ആപ്പ് സ്റ്റോർ ആണെന്നുണ്ടെങ്കിലും എജുപോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ ആപ്പ് കിട്ടും. അതിൽ 10ാം ക്ലാസ്സിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നമ്മൾ എല്ലാ പാഠങ്ങളും ഫസ്റ്റ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഓരോ പ്രോബ്ലം പറഞ്ഞുതരും, ഞാനുണ്ടായിരിക്കും. അപ്പം നല്ല ഉഷാറായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. അടുത്ത കൊല്ലം SLC നമ്മൾ ഫുൾ A+ വാങ്ങിയിരിക്കും. റെഡി അല്ലേ? സോ വീഡിയോ ഇഷ്ടമായ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എജുപോർട്ടിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, ടാറ്റ, ബൈ ബൈ, സി യു. ഇനി ഞാൻ 9ാം ക്ലാസ്സിൽ വരുന്നില്ല, 10ാം ക്ലാസ്സിലേക്കാണ്. ടാറ്റ.